പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ നമ്മൾ ഇനി ഡിഫറൻഷിയേഷൻ്റെ ഒരു കൺസെപ്റ്റും കൂടെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അത് ടോട്ടൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നോക്കിയിരുന്നു. പാർഷ്യൽ ഡിഫറൻഷിയേഷനും പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുക, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ടോട്ടൽ ഡിഫറൻഷിയേഷൻ കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കേസുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടോട്ടൽ ഡിഫറൻഷിയേഷൻ്റെയും കൂടെ പാർഷ്യലിൻ്റെയും ടോട്ടലിൻ്റെയും കൂടെ ഒരുമിച്ച് ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു മാക്സിമം മിനിമം കേസും കൂടെ നോക്കിയാൽ നമുക്ക് ഈ ഡിഫറൻഷിയേഷൻ പോർഷൻ മൊത്തമായിട്ട് തീരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻ്റഗ്രേഷൻ തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിഫറൻഷിയേഷൻ നോക്കാമെന്ന്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാർഷ്യൽ ഡിഫറൻഷിയേഷൻ പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞത് വി ആർ കൺസേൺഡ് വിത്ത് ഫങ്ഷൻസ് ഹാവിങ് 2 or more എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറയുന്നത് 2 അതിലധികമോ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കേസിലാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നോക്കിയത്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സമയം ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളിനെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ആയിരിക്കും. അതെടുക്കുന്ന സമയം ബാക്കിയുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അതുകൊണ്ടാണ് അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ പേര് പറഞ്ഞത്. നമ്മളതിന് സൈൻ കൊടുത്തത്, സിമ്പിൾ കൊടുത്തത് ദോയാണ്, ഗ്രീക്ക് ലെറ്റർ ദോയാണ് കൊടുത്തത്. ഓക്കെ, ഇനി അങ്ങനെയുള്ള കേസുകളിൽ, അതായത് രണ്ടിലധികമോ എന്നല്ല, 2 അതിലധികമോ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷന് വരുന്ന ആകെയുള്ള വ്യത്യാസം, ടോട്ടൽ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ഫംഗ്ഷൻ കാണാൻ നേരം നമുക്ക് 2 വേരിയബിളും വഴിയുള്ള ചേഞ്ച് എടുക്കേണ്ടി വരും. കാരണം ടോട്ടലാണ് നമ്മൾ നോക്കുക. ഫംഗ്ഷൻ്റെ വിലയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചേഞ്ചിനെ നോക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വിലയെ നിശ്ചയിക്കുന്ന 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ 2 വേരിയബിൾസ് വഴിയുള്ള ചേഞ്ച് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കുന്നു. അവിടെ 2 ഫാക്ടേഴ്സാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ക്യാപിറ്റലിനെയും എംപ്ലോയ് ചെയ്യുന്നു, ലേബറിനെയും എംപ്ലോയ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എക്സിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുമ്പം അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചും വരാം. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചും അതുവഴി ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചും വരാം. അപ്പോൾ ഔട്ട്പുട്ടിലെ ടോട്ടൽ ചേഞ്ച്, അതിനെയാണ് ടോട്ടൽ ഡിഫറൻഷ്യൽ കാണിക്കുക. അതെടുക്കുമ്പം നമുക്ക് 2 രീതിയിലുള്ള ചേഞ്ചും വരും. ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടായപ്പം ഔട്ട്പുട്ടിലുണ്ടായ ചേഞ്ച് പ്ലസ് ക്യാപിറ്റലിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടായപ്പം അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിലുണ്ടായ ചേഞ്ച്, അത് 2ഉം വരും. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടൽ ഡിഫറൻഷിയേഷൻ്റെ കൺസെപ്റ്റ്. ടോട്ടൽ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ വാല്യൂസ് ഓഫ് ഓൾ ദി വേരിയബിൾസ് വിച്ച് ഡിഫൈൻ ദി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വന്നാലും ഔട്ട്പുട്ടിൽ വ്യത്യാസം വരാം, ക്യാപിറ്റലിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ ചേഞ്ച് വന്നാലും ഔട്ട്പുട്ടിൽ വ്യത്യാസം വരാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ലേബറിൻ്റെ ആദ്യം പെർ യൂണിറ്റ് ചേഞ്ച് എടുക്കും. അതായത് ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ 1 യൂണിറ്റ് കണ്ട് വ്യത്യാസം വന്നാൽ ഔട്ട്പുട്ടിലുണ്ടായ വ്യത്യാസം, ഔട്ട്പുട്ട് എക്സ് ആണെന്ന് വിചാരിക്കാം. പതിവ് പോലെ നമ്മൾ ക്യാപിറ്റൽ കെ കൊണ്ടും ലേബർ എൽ കൊണ്ടും മാർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈസ് എഫ് ഓഫ് കെ എൽ പറയുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ ആദ്യമേ ലേബർ വഴിയുള്ള ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഒരു ടേം ദോ എക്സ് ബൈ ദോ എൽ ആയിരിക്കും. ദോ എക്സ് ബൈ ദോ എൽ കാണിക്കുന്നത് ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടായപ്പം അതിൻ്റെ ഫലമായിട്ട് എക്സിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിലുണ്ടായ ചേഞ്ചിനെയാണ് ദോ എക്സ് ബൈ ദോ എൽ കാണിക്കുന്നത്. അത് ലേബറിൻ്റെ 1 യൂണിറ്റ് ചേഞ്ചാണ്. ഇനി ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ആക്ച്വൽ പ്രാക്ടീസിൽ 1 യൂണിറ്റ് ആയിരിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ 4 യൂണിറ്റ് കണ്ട് ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്നത് ദോ എക്സ് ബൈ ദോ എൽ ഇൻറ്റു 4 ആണ്. അതായത് ഡി എൽ ചേഞ്ച് ഇൻ ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് 4 യൂണിറ്റ്, പെർ യൂണിറ്റ് ചേഞ്ചാണ് ദോ എക്സ് ബൈ ദോ എൽ. 1 യൂണിറ്റ് ലേബറിൻ്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, എംപ്ലോയ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ ദോ എക്സ് ബൈ ദോ എൽ കാണിക്കുന്നു. നമ്മൾ ആ ദോ എക്സ് ബൈ ദോ എല്ലിനെ ഡി എൽ കൊണ്ട് ഗുണിക്കും. ഡി എൽ കാണിക്കുന്നത് ചേഞ്ച് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 4 യൂണിറ്റ് ലേബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വന്നെങ്കിൽ ദോ എക്സ് ബൈ ദോ എൽ ഇൻറ്റു 4 വരും. പ്ലസ് ഇനി നമ്മൾ ദോ എക്സ് ബൈ ദോ കെ കാണിക്കും. ദോ എക്സ് ബൈ ദോ കെ കാണിക്കുന്നത് പെർ യൂണിറ്റ് ചേഞ്ച് ആണ്.
ക്യാപിറ്റലിന്റെ എംപ്ലോയ്മെന്റിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പം അതിന്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടായ വ്യത്യാസത്തിനാണ് ദോ എക്സ് ബൈ ദോ കെ കാണിക്കുക. അപ്പോൾ ദോ എക്സ് ബൈ ദോ കെനെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ആകെ ക്യാപിറ്റലിന്റെ എംപ്ലോയ്മെന്റിൽ എന്ത് ചേഞ്ച് ഉണ്ടായി എന്ന് വെച്ചാൽ അതുകൊണ്ട് ഗുണിക്കും. 2 യൂണിറ്റ് ക്യാപിറ്റൽ പുതുതായിട്ട് ജോലിക്ക് എടുത്തു എന്നുണ്ടെങ്കിൽ ഡി കെ എന്ന് പറയുന്നതിന്റെ വാല്യൂ 2 വരും. അപ്പോൾ ദോ എക്സ് ബൈ ദോ എൽ ഇൻറ്റു ഡി കെ എന്ന് പറയുന്നിടത്ത് നമുക്ക് ദോ എക്സ് ബൈ ദോ എൽ ഇൻറ്റു 2, കാരണം ക്യാപിറ്റലിന്റെ എംപ്ലോയ്മെന്റ് 2 യൂണിറ്റ് കൊണ്ടാണ് ചേഞ്ച് ചെയ്തത്. ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ടോട്ടൽ ചേഞ്ച് കിട്ടുന്നത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന ടോട്ടൽ ചേഞ്ച് കാണാൻ പറ്റുക. അതിനെയാണ് ടോട്ടൽ ഡിഫറൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ കൺസെപ്റ്റ് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ട്സ് നമുക്കൊന്ന് വായിക്കാം. Total differentiation. Total differential of a function with respect to the variables which define its value shows the total change in the value of the function due to changes in values of all the variables. നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ വിലയെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന 2 അതിലധികമോ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ ഫംഗ്ഷന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് ഫംഗ്ഷന്റെ വിലയെ നിശ്ചയിക്കുന്ന ഓരോ വേരിയബിളിലും വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ എല്ലാ വേരിയബിളിലും വ്യത്യാസം ഉണ്ടാകുമ്പം അതിന്റെ ഫലമായിട്ട് ഫംഗ്ഷന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചേഞ്ചിനെയാണ്. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇനി ഇസഡില് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്ന അല്ല ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇസഡ് ആണ്. നമ്മൾ 2 വേരിയബിൾ എടുത്തിരിക്കുന്നു. ഇസഡിന്റെ വിലയെ നിശ്ചയിക്കുന്നത് എക്സും വൈയും ചേർന്നിട്ടാണ്. അപ്പോൾ ഇസഡിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ എങ്ങനെ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇസഡിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ നമ്മൾ കൊടുക്കുന്ന സൈൻ ഡി ഇസഡ് ആണ്. ഡി ഇസഡ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ആദ്യമേ ഇസഡിനെ നമ്മൾ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണും, ദോ സെഡ് ബൈ ദോ എക്സ് കാണും. അതായത് എക്സിന്റെ അളവിൽ 1 യൂണിറ്റ് കണ്ട് സ്മോളസ്റ്റ് പോസിബിൾ ചേഞ്ച് 1 യൂണിറ്റ് കണ്ട് ചേഞ്ച് ഉണ്ടായപ്പം അതിന്റെ ഫലമായിട്ട് സെഡിൽ ഉണ്ടായ വ്യത്യാസമാണ് ദോ സെഡ് ബൈ ദോ എക്സ്, അതാണ് പെർ യൂണിറ്റ് ചേഞ്ച്. ഇൻറ്റു എക്സിൽ ആകെ എത്ര വ്യത്യാസം ഉണ്ടായി ഡി എക്സ് പ്ലസ് ഇനി ദോ സെഡ് ബൈ ദോ വൈ കാണിക്കുന്നത് വൈന്റെ അളവിൽ 1 യൂണിറ്റ് കണ്ട് വ്യത്യാസം ഉണ്ടായപ്പം അതിന്റെ ഫലമായിട്ട് ഇസഡിൽ ഉണ്ടായ വ്യത്യാസമാണ് ദോ സെഡ് ബൈ ദോ വൈ എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ചേഞ്ച്. അതിനെ ചേഞ്ച് ഇൻ വൈ, അതാണ് ഡി വൈ. അപ്പൊ ഇതാണ് ഫംഗ്ഷന്റെ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 വേരിയബിളുടെ എക്സിന്റെ വൈന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ ഡി സെഡ് എന്ന് പറയുന്നത് ദോ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ദോ സെഡ് ബൈ ദോ വൈ ഇൻറ്റു ഡി വൈ ആണ്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ്. അവിടെ എക്സും വന്നിട്ടുണ്ട് വൈയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ആദ്യം നമ്മൾ ദോ സെഡ് ബൈ ദോ എക്സ് കാണും, അതിനെ ഡി എക്സ് കൊണ്ട് ഗുണിക്കും, അതിന്റെ കൂടെ പ്ലസ് ചെയ്യും. എന്തിനെ ദോ സെഡ് ബൈ ദോ വൈ കണ്ടിട്ട് അതിനെ ഡി വൈ കൊണ്ട് ഗുണിച്ചത് പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി സെഡ് കിട്ടുക. റൂള് തൊട്ടുമേളിൽ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ അപ്പൊ നമ്മൾ ഡി സെഡ് കാണുമ്പോൾ ആദ്യമേ നമ്മൾ ഈ ഫംഗ്ഷനെ മൊത്തമായിട്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡി എക്സ് കൊണ്ട് ഗുണിക്കണം. ദോ സെഡ് ബൈ ദോ എക്സ് കാണണം. ദോ സെഡ് ബൈ ദോ എക്സ് കാണുമ്പോൾ ഇവിടെ 3 ടേം ഉണ്ട്. 3 ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യത്തെ ടേം ചെയ്യുമ്പോൾ 3x² ചെയ്യുമ്പോൾ 3 ഇൻറ്റു x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പവർ റൂൾ അപ്ലൈ ചെയ്യും. n into x raised to n minus 1, that is 2 into x raised to 2 minus 1 എന്ന് പറയുമ്പോൾ 2x raised to 1 അല്ലെങ്കിൽ 2x വരും. ഈ കോൺസ്റ്റന്റ് കൊണ്ട് ആ വേരിയബിൾ ടേമിനെ ഗുണിക്കുമ്പോൾ വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവിനെ ഗുണിക്കുമ്പോൾ 3 into 2x വരും, അത് 6x. പ്ലസ് അടുത്ത ടേം വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സാ, അപ്പൊ വൈ കോൺസ്റ്റന്റ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അപ്പൊ വൈ ഇൻറ്റു വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് 1 ആയിട്ട് പോയി. വൈ ഇൻറ്റു 1 വരും, വൈ വന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് തേർഡ് ടേം മൈനസ് 2y² ആണ്. അവിടെ എക്സ് വന്നിട്ടില്ല, അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റേറ്റ് ഓഫ് ചേഞ്ച് 0 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് ദോ സെഡ് ബൈ ദോ എക്സ് കാണുമ്പോൾ 6x പ്ലസ് വൈ വന്നു. അതിനെ നമ്മൾ ഡി എക്സ് കൊണ്ട് ഗുണിച്ചു. ഇനി പ്ലസ് ഇനി നമുക്ക് സെഡിനെ ആരെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? വൈനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വൈനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിൽ വൈ വന്നിട്ടില്ല, 3x². അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് 0 ആയിട്ട് പോയി. രണ്ടാമത്തെ ടേം പ്ലസ് എക്സ് വൈ ആണ്. പ്ലസ് എക്സ് വൈനെ നമ്മൾ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തുവരും? എക്സ് അവിടെ കോൺസ്റ്റന്റാ. അപ്പൊ ആദ്യം എക്സ് കോൺസ്റ്റന്റിനെ പുറത്തെടുക്കും. വേരിയബിൾ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി വൈ വരും. ഡി വൈ ബൈ ഡി വൈ 1 ആണ്. എക്സ് ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വന്നു. ഓക്കെ, അതോടെ കിടപ്പുണ്ട്. ഇനി മൈനസ് 2y² വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മൈനസ് 2y² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പുറത്തെടുത്തു. y² എന്ന് പറയുന്ന ഡെറിവേറ്റീവ് അല്ലെ വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പവർ റൂൾ അപ്ലൈ ചെയ്യും. x raised to n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n into x raised to n minus 1. y² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 into y raised to 2 minus 1 അല്ലെങ്കിൽ 2 into y raised to 1 അതല്ലെങ്കിൽ 2y കൊണ്ട് -2നെ ഗുണിക്കുമ്പോൾ -4y വന്നു. അപ്പൊ നമുക്ക് x -4y കിട്ടി. അതിനെ നമ്മൾ dy കൊണ്ട് ഗുണിച്ചു.
ഓക്കെ, അപ്പോൾ ദോ സെഡ് ബൈ ദോ എക്സ് കണ്ട് നമ്മൾ ഡി എക്സ് കൊണ്ട് ഗുണിച്ചു, ദോ സെഡ് ബൈ ദോ വൈ കണ്ടിട്ട് ഡി വൈ കൊണ്ട് ഗുണിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ടോട്ടൽ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡി ഇസഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം നമുക്ക്. നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇസഡ് ഈസ് ഈക്വൽ ടു 4x² + 5y ക്യൂബ്. ഓക്കെ, ഇവിടെ അപ്പം എക്സും വൈയും ചേർന്നിട്ടാണ് ഇസഡിന്റെ വില നിശ്ചയിക്കുന്നത്. ഇസഡിന്റെ വില നിശ്ചയിക്കുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ദോ സെഡ് ബൈ ദോ എക്സ് കാണണം, അതിനെ ഡി എക്സ് കൊണ്ട് ഗുണിക്കണം, അതിന്റെ കൂടെ പ്ലസ് ചെയ്യണം ഏതിനെ ദോ സെഡ് ബൈ ദോ വൈ കണ്ടിട്ട് ഡി വൈ കൊണ്ട് ഗുണിച്ചത്. അപ്പം ആദ്യമേ നമുക്കിതിനെ ദോ സെഡ് ബൈ ദോ എക്സ് കാണാം. അതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിൽ 4x² ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഗുണം വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ്, അതായത് x² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വീണ്ടും പവർ റൂൾ, x⁻n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n × x⁻⁻1, 2 × x⁻2 -1, അതായത് 2 × x⁻1 അല്ലെങ്കിൽ 2x കൊണ്ട് 4നെ ഗുണിക്കുമ്പോൾ 8x വന്നു. ഇനി ഇവിടെ എക്സേ വന്നിട്ടില്ല, അപ്പോൾ ഈ ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ ടേം മാത്രമേ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് നമുക്ക് 8x കിട്ടി. 8xനെ നമ്മൾ ഡി എക്സ് കൊണ്ട് ഗുണിച്ചു. പ്ലസ് ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് 5y³ ആണ്. 5y³ നമ്മൾ എന്ത് ചെയ്യുന്നു, 5y³ മാത്രം നമ്മൾ y കൊണ്ട് ചെയ്താൽ മതി. കാരണം ആദ്യത്തെ ടേമിൽ ആര് വന്നിട്ടില്ല, y വന്നിട്ടില്ല. അപ്പോൾ ഇസഡിനെ നമ്മൾ y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ദോ സെഡ് ബൈ ദോ വൈ കാണും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിനെ ചെയ്യേണ്ടി വരുന്നില്ല, കാരണം അവിടെ y വന്നിട്ടില്ല, റേറ്റ് ഓഫ് ചേഞ്ച് 0 ആയിട്ട് പോയി. രണ്ടാമത്തെ ടേമിനെ നമ്മൾ y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഗുണം വേരിയബിൾ ടേം y³ ആണ്. y³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന 3 × y⁻³ -1, അതായത് 3 × y² ആണ്. 3 × y² കൊണ്ട് 5നെ ഗുണിക്കുമ്പോൾ നമുക്ക് 15y² വരും. അപ്പോൾ അതിനെ dy കൊണ്ട് ഗുണിച്ചു, 15y² dy. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനും നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഡെറിവേറ്റീവ് എടുത്തു. നമ്മൾ z ഈസ് ഈക്വൽ ടു 4x² + 5y³ ചെയ്തപ്പോൾ നമുക്ക് dz കിട്ടിയത് 8x dx + 15y² dy ആണ്. ഇനി ഇവിടെ നമുക്ക് സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ എടുക്കാം. നമ്മൾ ആദ്യം വെറുതെ ചെയ്ത ഡിഫറൻഷിയേഷൻ കേസിലും പിന്നെ പാർഷ്യൽ ഡിഫറൻഷിയേഷനിലും നമ്മൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിനെ കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ കാണാം. നമുക്ക് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്നു. അത് അതിന്റെ വില നിശ്ചയിക്കുന്ന രണ്ട് വേരിയബിൾ ആണ്, എക്സും വൈയും. നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ എല്ലാം രണ്ട് വേരിയബിൾസേ നോക്കുന്നുള്ളൂ. അത് കൂടുതൽ നമ്മൾ നോക്കിയിട്ടില്ല. കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേഷൻ കുറേ എഴുതേണ്ടി വരും. നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ എല്ലാം തന്നെ രണ്ട് വേരിയബിളേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇസഡ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ആണ്. ഇസഡിനെ വില നിശ്ചയിക്കുന്ന രണ്ട് വേരിയബിൾസ് എക്സും വൈയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നേരത്തെ കണ്ട പോലെ ടോട്ടൽ ഡിഫറൻഷ്യൽ കണ്ടു, ഡി ഇസഡ് കണ്ടു. ഡി ഇസഡ് കണ്ടപ്പോൾ നമുക്ക് ദോ സെഡ് ബൈ ദോ എക്സ് × dx പ്ലസ് ദോ സെഡ് ബൈ ദോ വൈ × dy ആണ് കിട്ടിയത്. ഇനി ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെയും നമുക്ക് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എടുക്കാം. ഓക്കെ, സക്സസീവ് ഡിഫറൻഷിയേഷൻ നടത്തി. അപ്പോൾ സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ എടുക്കാം നമുക്ക്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ കണ്ട പോലെ തന്നെ സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ കാണാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യലിന്റെ മൊത്തം സ്ക്വയർ ആയിട്ടാണ്, അതായത് ഡി സെഡ് എന്ന് പറയുക, ഡി സെഡിന്റെ മൊത്തം സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ആരെ എടുത്തിരിക്കുക, d² സെഡിനെ കാണുക. ഡി സെഡ് രണ്ടു പ്രാവശ്യം അതിനെ സ്ക്വയർ ചെയ്താണ് d² സെഡ് എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പ്രോസസ്സും ചെയ്യുന്നതാണ്. ഡി സെഡിൽ എന്താണോ തന്നിരിക്കുന്നത് അതിനെ മൊത്തമായിട്ട് സ്ക്വയർ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ a + b the whole square ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ a² വരും, പ്ലസ് 2ab വരും, പ്ലസ് b² വരും. അതേ പാറ്റേണിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടോട്ടൽ ഡിഫറൻഷ്യൽ കാണാൻ ഫസ്റ്റ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ ടേം ഏതാണോ ആ ടേമിന്റെ മൊത്തമായിട്ട് സ്ക്വയർ എടുത്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ കാണുക. അതായത് a + b എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ a + b the whole square കാണും. a + b the whole square കാണുമ്പോൾ നമുക്കറിയാം a² + 2ab + b² ആണ് വരിക. ഇവിടെ അതേ കാര്യം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, a² എന്ന് പറയുമ്പോൾ ഈ ടേമിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. ഈ ടേം എന്ന് പറയുമ്പോൾ ആദ്യം ദോ² സെഡ് ബൈ ദോ x² വരും, പിന്നെ ഒരു dx ഉണ്ട്, അതിനെ സ്ക്വയർ ചെയ്തു, dx². അപ്പോൾ a² പ്ലേസിൽ ഈ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ വരും, ദോ² സെഡ് ബൈ ദോ x² × dx² വരും. പിന്നെ നമ്മൾ മൂന്നാമത്തെ ടേമായിട്ട് എഴുതുന്ന ഇത് b² ആണ്. ഈ b² എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എനെ സ്ക്വയർ ഇതുപോലെ തന്നെ ചെയ്യും. അതാണ് തേർഡ് ടേമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ദോ² സെഡ് ബൈ ദോ y² × dy² വരും. ഇതിനെ മൊത്തമായിട്ട് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ദോ² സെഡ് ബൈ ദോ y² വരും, ഇൻറ്റു dy² വരും. അത് തേർഡ് ടേം. അപ്പോൾ a² ഭാഗത്ത് ഇത് വരും, b² ഭാഗത്ത് ഇത് വരും. പിന്നെ നടുക്കുള്ളത് നമ്മൾ 2ab ആയിരുന്നു. ഇവിടെ 2ab ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ 2 × ദോ² സെഡ് ബൈ ദോ x × ദോ y × dx × dy വരും. ഇത് വരുന്നതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ്
നമ്മൾ ദോ സെഡ് ബൈ ദോ എക്സിനെ വൈ കൊണ്ട് ചെയ്താലും ദോ സെഡ് ബൈ ദോ എക്സിനെ വൈ കൊണ്ട് ചെയ്യുന്നതും ദോ സെഡ് ബൈ ദോ വൈനെ എക്സ് കൊണ്ട് ചെയ്യുന്നതും ഒരേ ആൻസർ ആണ് നമുക്ക് തരിക എന്ന് പറഞ്ഞു. നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുമ്പോൾ ഇസഡ് ഈസ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള കേസിൽ ദോ സെഡ് ബൈ ദോ എക്സ് ചെയ്തിട്ട് അതിനെ വീണ്ടും വൈ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ദോ സെഡ് ബൈ ദോ വൈ ആദ്യം കണ്ടിട്ട് വീണ്ടും അതിനെ എക്സ് കൊണ്ട് ചെയ്യുക. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താലും സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിവിടെ ഒരു പ്രാവശ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ദോ സ്ക്വയർ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ദോ വൈ എന്ന് പറയുന്നത് ഒറ്റ ടേം ആയിട്ടാണ് കൊടുത്തിരിക്കുക. അപ്പൊ 2 ഇൻറ്റു ദോ സ്ക്വയർ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ദോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ടേമിനെ മൊത്തമായിട്ട് സ്ക്വയർ ചെയ്യുകയാണ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഡി സെഡിനെ മൊത്തമായിട്ട് സ്ക്വയർ ചെയ്യുന്നു. ഡി സെഡിൽ രണ്ട് ടേം ഉണ്ട്. ദോ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ദോ സെഡ് ബൈ ദോ വൈ ഇൻറ്റു ഡി വൈ ആണ് വന്നിരിക്കുക. അതിനെ മൊത്തമായിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ വരുന്നു. എ സ്ക്വയറിന്റെ പ്ലേസിൽ നമുക്ക് ദോ സ്ക്വയർ സെഡ് ബൈ ദോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് സ്ക്വയർ വന്നു. ബി സ്ക്വയറിന്റെ പ്ലേസിൽ ദോ സ്ക്വയർ സെഡ് ബൈ ദോ വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ സ്ക്വയർ വന്നു. 2ab പ്ലേസിൽ നമുക്ക് 2 ഇൻറ്റു എ ബിക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ദോ സ്ക്വയർ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ദോ വൈ ആണ്. അത് രണ്ടു പ്രാവശ്യമായിട്ട് എടുത്തിരിക്കുന്നു. അവിടെ ദോ എക്സ് ഇൻറ്റു ദോ വൈ എന്ന് പറയുന്നതും ദോ വൈ ഇൻറ്റു ദോ എക്സ് താഴെ വരുന്നത് രണ്ട് സെയിം ആണ്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കണ്ട് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് ദോ സ്ക്വയർ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ദോ വൈ ഗുണം 2 ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ് എടുത്തിരിക്കുക. അപ്പൊ ഇതാണ് സെക്കൻഡ് ഓർഡർ ടോട്ടൽ ഡിഫറൻഷ്യൽ. ഇനി നമുക്ക് ഇതിന്റെ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ നേരത്തെ നോക്കിയ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷനും അത് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമുക്ക് ഈ ടോട്ടൽ ഡിഫറൻഷ്യലിന്റെ ഒരേ സമയം പാർഷ്യലും ടോട്ടലും കൂടെ വരുന്ന ഒരു കേസും കൂടെ ഉണ്ട്. ഒരു മാക്സിമ മിനിമം നമ്മൾ നേരത്തെ നോക്കിയതാണ്, വേറൊരു മാക്സിമ മിനിമ കൂടെ നമുക്ക് നോക്കേണ്ടി വരും. നമുക്ക് ഇതിൽ ജസ്റ്റ് ഇതൊന്ന് തുടങ്ങി വെക്കാം. ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് തുടങ്ങി വെക്കാം. Application of partial derivatives. Partial derivatives can be applied in all economic analysis where the value of the economic function is determined by values of 2 or more variables. നമ്മൾ നേരത്തെ വെറും ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ നോക്കിയതാണ്. മാർജിനൽ അനാലിസിസ്, ഇലാസ്റ്റിസിറ്റി, മാക്സിമ മിനിമ എന്നൊക്കെ പറഞ്ഞ് നോക്കി. ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയുക. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ നോക്കുമ്പോൾ ഫംഗ്ഷന്റെ വില നിശ്ചയിക്കുന്ന ഒന്നിലധികം വേരിയബിൾസ്, അതായത് രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് ആയിട്ട് വരുന്ന കേസിലെല്ലാം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വരുന്ന ഒന്നാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പം പല ഇക്കണോമിക് ഫംഗ്ഷന്റെയും വില നിശ്ചയിക്കുന്ന ഒരു വേരിയബിൾ അല്ല, ഒന്നിൽ കൂടുതൽ രണ്ടോ മുകളിലോട്ടോ വേരിയബിൾസ് ചേർന്നിട്ടാണ്. അങ്ങനെയുള്ള കേസിലെല്ലാം നമുക്ക് ആരുടെ ആപ്ലിക്കേഷൻ വരും? പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വരും. അപ്പൊ നമുക്ക് ആദ്യം വരുന്ന ഡിമാൻഡ് അനാലിസിസ് നോക്കാം. ഇപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വായിക്കാം. വേർ x1 and x2 are quantities of two related goods and p1 and p2 are the corresponding prices. അപ്പൊ നമ്മൾ രണ്ട് റിലേറ്റഡ് ഗുഡ്സ് എടുക്കുന്നു. റിലേറ്റഡ് ഗുഡ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെന്ററി ഐറ്റംസും ആണ് നമ്മൾ റിലേറ്റഡ് ഗുഡ്സ് പറയാം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ഗുഡ്സ്, ഒരെണ്ണത്തിന് നമ്മൾ x1 എന്ന് പറയുന്നു, രണ്ടാമത്തതിന് x2 എന്ന് പറയുന്നു. അങ്ങനെയുള്ള രണ്ട് ഗുഡ്സിനെ എടുത്തു. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റീസ് ആണ് x1 and x2. ഇനി അതിന്റെ രണ്ടിന്റെയും പ്രൈസ് ഉണ്ട് p1 and p2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗുഡിന്റെ ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ ഫസ്റ്റ് ഗുഡ് ഇസ് x1 ഈസ് ഈക്വൽ ടു f1 ഓഫ് p1 p2. അപ്പൊ ഫസ്റ്റ് ഗുഡിന്റെ ഡിമാൻഡിനെ നിശ്ചയിക്കുന്നത് അതിന്റെ മാത്രം പ്രൈസ് ആയിട്ടുള്ള p1 തനിയല്ല, ഏതും കൂടെ ചേർന്നിട്ടാണ്, p2 കൂടെ ചേർന്നിട്ടാണ്. x2ലും അത് തന്നെ വരും. അതാണ് താഴത്തെ വരിയിൽ കൊടുത്തിരിക്കുന്നത്. ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ സെക്കൻഡ് ഗുഡ് ആസ് x2 ഈസ് ഈക്വൽ ടു f2 ഓഫ് p1 p2. ആദ്യത്തത് f1ഉം രണ്ടാമത്തത് f2മാണ്. റിലേഷൻ വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ രണ്ടിടത്തും ഫസ്റ്റ് ഗുഡിന്റെ ക്വാണ്ടിറ്റി ആയ x1ന്റെ ഡിമാൻഡ് നിശ്ചയിക്കുന്നത് p1ഉം p2ഉം കൂടെ ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഗുഡായ x2 അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും തീരുമാനിക്കുന്നത് p1ഉം p2ഉം കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ദോ x1 by ദോ p1 will show the rate at which the quantity demanded of first good changes as price p1 changes whereas p2 remains constant. ഇനി ദോ x1 by ദോ p1 കാണിക്കുന്നത് എന്താണ്? x1ന്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എപ്പം അതിന്റെ പ്രൈസ് മാത്രം p1 മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ p2 എങ്ങനെ ആയിരിക്കും? p2 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയായിരിക്കും. അപ്പൊ അതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഏതും കാണാം, ദോ x2 by ദോ p2 കാണാം. അതായത് x2 സെക്കൻഡ് ഗുഡിന്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എപ്പോ p2 സെക്കൻഡ് ഗുഡിന്റെ പ്രൈസ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ p1 എങ്ങനെ ആയിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കാണാം. അതാണ് ഒരു കേസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ നേരത്തെ നോക്കിയ കൺസെപ്റ്റ് അവിടെ തിരിച്ചാ വരുന്നത്. ഫസ്റ്റ് ഗുഡിന്റെ പ്രൈസും
സെക്കൻഡ് ഗുഡിന്റെ ക്വാണ്ടിറ്റി. അല്ല, നമ്മൾ ഡിമാൻഡ് തുടങ്ങുകയാണെങ്കിൽ സെക്കൻഡ് ഗുഡിന്റെ ഡിമാൻഡും ഫസ്റ്റ് ഗുഡിന്റെ പ്രൈസും തമ്മിലുള്ള ചേഞ്ചാണ് നോക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഗുഡിന്റെ ഡിമാൻഡും സെക്കൻഡ് ഗുഡിന്റെ പ്രൈസും തമ്മിലുള്ള ചേഞ്ച് നോക്കുമ്പോൾ അതാണ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നമ്മളത് നോക്കിയത് അവിടെയൊക്കെ ശരിക്കും നമുക്ക് പാർഷ്യൽ ഡിഫറൻഷിയേഷന്റെ അനാലിസിസ് ആണ് വരിക. അപ്പൊ റിലേറ്റഡ് ഗുഡ്സിന്റെ കേസിൽ, അതായത് ഒരു ഗുഡിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്, ഒരു ഗുഡിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് തീരുമാനിക്കുന്നത് അതിന്റെ മാത്രം പ്രൈസ് ചേർന്നിട്ടല്ല, കൂടെയുള്ള മറ്റൊരു ഗുഡിന്റെയും കൂടെ പ്രൈസ് ചേർന്നിട്ടാണെന്നുള്ള സിറ്റുവേഷനിലെല്ലാം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിപ്പോൾ ഓൾറെഡി 20 മിനിറ്റ് ആയി. ഐ തിങ്ക് ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ദെയർ ഫോർ ദി ഡേ. ഓക്കെ, ദെൻ താങ്ക് യു.